ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഈശോ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അനുഗ്രഹങ്ങൾ കൊണ്ട് ഇന്ന ദിവസം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സൂചിപ്പിക്കുക ഒരുക്കം വേണമെന്നുള്ളതാണ്. ജീവിതത്തിൽ അന്ത്യകാലഘട്ടത്തെ നോക്കിക്കൊണ്ട് മാത്രമല്ല, നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും എന്താണെന്നുള്ളത്. ഒരുങ്ങി ജീവിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനം, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. ഈശോ പറയാണ്, നോഹയുടെ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹയുടെ ദിവസങ്ങളിൽ എന്താ സംഭവിച്ചത്? നോഹ പെട്ടകമൊക്കെ പണിതു, അവരെല്ലാവരും പെട്ടകത്തിൽ കയറി. പക്ഷെ ബാക്കിയുള്ളവർ തിന്നും കുടിച്ചും ആഘോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നു. അവർ ജീവിതത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട മേഖലയിലേക്ക് ശ്രദ്ധിച്ചില്ല, അവരെല്ലാം നാശമടഞ്ഞു. ഈശോ പറയുക, മനുഷ്യപുത്രൻ്റെ ആഗമന ദിനത്തിൽ ഇത് തന്നെ സംഭവിക്കുക. ആരൊക്കെ ഒരുങ്ങിയിരിക്കുന്നോ, ആരൊക്കെ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, ആരൊക്കെ ദൈവിക മാർഗങ്ങളിൽ നടക്കുന്നോ അവരൊക്കെ എടുക്കപ്പെടും. ബാക്കിയുള്ളവർ നാശത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുത്താൽ മതി. സുവിശേഷത്തിൻ്റെ ഒരുപിടി താളുകൾ ഈ ഓർമ്മപ്പെടുത്തലായിട്ട് പോവുക. നിനക്ക് ഒരുക്കമുണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. എന്നും ഒരുക്കത്തിൽ ജീവിക്കാൻ, മരണം വന്നാലും നിൻ്റെ രണ്ടാമത്തെ ആഗമനം വന്നാലും സ്വർഗരാജ്യത്തിൽ കയറി ഇരിക്കത്തക്ക രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഈ വ്യക്തിയുടെ എല്ലാ നിയോഗങ്ങളും നിൻ്റെ നാമത്തിൽ പൂർത്തീകരിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്കും കുടുംബത്തിനും ചുറ്റുപാടുകൾക്കൊക്കെ സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന